Hi friends, welcome to St. Mary's Learning Academy, Iratipeta. ട്യൂഷൻ, കേറ്ററ്റ്, PSC എക്സാമുകൾ ഇവയുടെ ഓൺലൈൻ ക്ലാസുകൾ സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. ക്ലാസുകളെ കുറിച്ച് അറിയുന്നതിനും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വേണ്ടി 9497489746 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠന സംബന്ധമായ വിവരങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ടെലിഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ് ഫിസിക്സിന്റെ ആദ്യത്തെ ഭാഗമാണ്, ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. വൈദ്യുതിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്, വൈദ്യുത പ്രഭാവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമേ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പല കാര്യങ്ങളും പഠിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താണ് കറന്റ്? കറന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് എന്താണ്? മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ കൂട്ടമാണ്. ഇലക്ട്രോണിന്റെ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറന്റ്. കറന്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയെങ്കിലും എനർജിയുടെ മോഷൻ ആണ് പറയുന്നത് കറന്റ്. കറന്റ് പലതരത്തിലുണ്ട്. ഇലക്ട്രിക് കറന്റ് ഉണ്ട്, വാട്ടർ കറന്റ് ഉണ്ട്, വിൻഡ് കറന്റ് ഉണ്ട്, പലതരത്തിലുള്ള കറന്റ് ഉണ്ട്. അതിനകത്ത് കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യമേ വരുന്നത് ഇലക്ട്രിക് കറന്റ് ആണ്. എന്നാൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എനർജി ആണ്. എനർജിയുടെ ഫ്ലോ ആണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള എനർജിയുടെ ഫ്ലോ ആണ് കറന്റ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇലക്ട്രിക് കറന്റ് ആണ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന കറന്റ് ആണ് ഇലക്ട്രിക് കറന്റ്. The current due to flow of charged particle is called electric current. ഇനി ഞാൻ വേറെ രണ്ട് കറന്റും കൂടെ പറഞ്ഞു. ഏതൊക്കെ കറന്റ് ആണ്? വിൻഡ് കറന്റും വാട്ടർ കറന്റും. മോഷൻ ഓഫ് എയർ ആണ് വിൻഡ് കറന്റ് അല്ലെങ്കിൽ വിൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മോഷൻ ഓഫ് വാട്ടർ ആണ് വാട്ടർ കറന്റ്. ഇനി നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കിയേ, ഇഷ്ടം പോലെ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമാണ് എന്ന് നമുക്കറിയാം. വൈദ്യുതി രണ്ട് തരത്തിലുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് AC-യും DC-യും. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് കറന്റ്, DC ഡയറക്റ്റ് കറന്റ്. ഓൾട്ടർനേറ്റ് കറന്റ് ആൻഡ് ഡയറക്റ്റ് കറന്റ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതാണ്? ഡയറക്റ്റ് കറന്റ് ആണ്. മിക്സിയിൽ ഉപയോഗിക്കുന്ന ഏതാണ്? AC ഓൾട്ടർനേറ്റ് കറന്റ്. നമുക്ക് നമ്മുടെ ലൈനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത് ഓൾട്ടർനേറ്റ് കറന്റ് ആണ്. മൊബൈലിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് AC-നെ DC ആയി കൺവേർട്ട് ചെയ്തിട്ട് മൊബൈൽ ബാറ്ററിയിൽ സേവ് ചെയ്തിട്ട് നമ്മൾ DC ആയിട്ട് ഉപയോഗിക്കുന്നു. ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ട് ആവശ്യമാണ്. അങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ AC-നെ DC ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ഇലക്ട്രിക് മോട്ടറിന് AC തന്നെ വേണം. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടറിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അതായത് ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ AC തന്നെ വേണം. ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ട് തന്നെ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ട് തന്നെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ കോൺസ്റ്റന്റ് കറണ്ട് തന്നെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കറണ്ടുകളെയാണ് DC ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അല്ലാത്ത കറണ്ടുകളാണ് AC ഓൾട്ടർനേറ്റ് കറണ്ട്. നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഏത് കറണ്ടാണ്? AC കറണ്ടാണ്.
ഈ കറണ്ട് AC കറണ്ടും DC കറണ്ടും ഇലക്ട്രിക് കറണ്ടുകളെല്ലാം എന്താണ് ഫോം ഓഫ് എനർജി ആണ്, എനർജിയുടെ ഫോം ആണ്. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ സംശയം എന്താണ്? ഓൾ ദി ഡിവൈസസ് ഹിയർ വർക്ക് യൂസിങ് ഇലക്ട്രിക് കറണ്ട്, ഹൗ ഡു ദേ ഗീവ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി? എല്ലാ ഉപകരണങ്ങൾക്കും ഇലക്ട്രിക് കറണ്ട് ആവശ്യമാണ്, എന്നാൽ അവ എങ്ങനെയാണ് പലതരത്തിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഒരു മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിക്കുന്നുണ്ട്, യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി, ദെൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഏത് എനർജി വരുന്നുണ്ട്? സൗണ്ട് എനർജി വരുന്നുണ്ട്. ഇനി ഒരു ഇൻഡക്ഷൻ കുക്കർ നോക്കിക്കേ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിനകത്താകുമ്പോൾ ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണ് മാഗ്നറ്റിക് എഫക്റ്റ് ആണ് അവിടെ കറണ്ടിന്റെ പ്രയോജനപ്പെടുന്നത്. ഇനി നേരത്തെയുള്ള പഴയ ടൈപ്പ് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഹീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ കാണിച്ചിരിക്കുന്ന ബൾബ് ഏതാണ്? ഇൻകാൻസെന്റ് ലാമ്പ് ആണ്. പഴയ തരം ചൂടുകൊണ്ട് ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടായി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ആണ്. അപ്പൊ അവിടെയും ഏത് എനർജിയാണ് വരുന്നത്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫാൻ വർക്ക് ചെയ്യുമ്പോഴോ അവിടെ മെക്കാനിക്കൽ എനർജിയാണ് ഫാനിന്റെ കേസിൽ നമുക്ക് വരുന്നത്. ഫാനിന്റെ കേസിൽ മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മൈക്രോവേവ് ഓവൻ. ഇവിടെ മൈക്രോവേവ് ഓവൻ വരുമ്പോഴോ അവിടെ ഓവനിലാണ് നമ്മൾ ഏത് തരത്തിലുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈക്രോവേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഒരു തരം ഹീറ്റ് എനർജി തന്നെയാണ്. മൈക്രോവേവ്സിൽ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്? മൈക്രോവേവ് ഓവനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജലകണികകളെ വൈബ്രേറ്റ് ചെയ്യും. എനർജി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ, അവ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ മൂലം അത് ഹീറ്റപ്പ് ആയി, ജലകണികൾ ഹീറ്റപ്പ് ആയിട്ടാണ് മൈക്രോവേവ് ഓവനിൽ കുക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. You have also felt the same doubt. Some electrical devices are shown in the house of the child. What are they? Let us try to write them down. ഇതൊക്കെയായിരുന്നു ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ഓവൻ, then mixie, then storage battery, then fan already there, electric stove, അങ്ങനെ പല ഇലക്ട്രിക് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ എനർജി ചേഞ്ചസ് ആണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ ഡിവൈസുകളിലെല്ലാം നമ്മൾ നൽകുന്നത്. എന്നാൽ ഏത് തരം എനർജിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഏത് തരം എനർജിയിലോട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇലക്ട്രിക് ബൾബിന്റെ ഉപയോഗം എന്താണ്? നമ്മൾ പലതരത്തിലുള്ള കൺവേർഷൻ ഉണ്ടെങ്കിലും ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആണ് നോക്കുന്നത്. ഇലക്ട്രിക് ബൾബിന്റെ ഉപയോഗം എന്താണ്?
ലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ടു ഗെറ്റ് ലൈറ്റ്. ലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത്. അവിടെയുള്ള കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് ബൾബ് ആണല്ലോ, ബൾബിനകത്ത് ഇലക്ട്രിക്കൽ എനർജി. ഞാൻ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിക്ക് ഇ എന്ന് തന്നെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഓക്കെ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഇനി അടുത്തത് ഏതാണ്? സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്. ഒരു ബാറ്ററി നമ്മൾ സ്റ്റോറേജ് ബാറ്ററിയിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഇതിന്റെ ഉപയോഗം? എന്താണ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഉപയോഗം? എന്താണ്? നമുക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ടു സ്റ്റോർ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ഇനി അതിന്റെ ഉപയോഗം, കൺവേർഷൻ ഏതാണ്? ഇവിടെയെല്ലാം ഇലക്ട്രിക്കൽ എനർജി ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി സ്റ്റോറേജ് ബാറ്ററിയിൽ കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യും. കെമിക്കൽ എനർജി ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യും. ഇനി അടുത്തത് മിക്സി. മിക്സി നമുക്കറിയാമല്ലോ. മിക്സിയുടെ ഉപയോഗം എന്താണ്? അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ. അവിടെ അതിന്റെ യാന്ത്രികോർജം ആണ് ഉണ്ടാകുന്നത്. ടു ഗ്രൈൻഡ് ആൻഡ് പൗഡർ. ടു ഗ്രൈൻഡ് ആൻഡ് പൗഡർ. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്തെഴുതാം? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗവിൽ ഏത് തരം എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ്? കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കുന്നത്. അതായത് ഹീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ഗെറ്റ് ഹീറ്റ്. ഇവിടെയും ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
ഓക്കെ, സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ കേസിലും ഇലക്ട്രിക് സ്റ്റൗവിന്റെ കേസിലും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫാന് നോക്കാം. ഇലക്ട്രിക് ഫാനിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് മെക്കാനിക്കൽ എനർജി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്, ടു ഗെറ്റ് വിൻഡ്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി മെയിൻ ആയിട്ട് അവിടെ ഒരു ഉപകരണം കൂടി ഉണ്ടായിരുന്നു, ഓവൻ. ഇലക്ട്രിക് ഓവൻ അതും ഹീറ്റ് എനർജി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക് ഓവൻ വരുമ്പോൾ ഹീറ്റ് എനർജിയാണ് നമുക്ക് ഇലക്ട്രിക് എനർജി ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേബിൾ ഒന്നും കൂടെ നോക്കാം. ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത് ലൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ലൈറ്റ് ലഭിക്കാൻ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് പ്രകാശോർജമായിട്ട് മാറുന്നു. പ്രകാശോർജം മാത്രമല്ല, താപോർജവും നമുക്ക് ഉണ്ട്. പ്രകാശോർജവും താപോർജവും. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഹീറ്റ് രണ്ടും ഉണ്ട് ഇലക്ട്രിക് ബൾബിന്റെ കേസിലുള്ള. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രകാശോർജവും താപോർജവും ഉണ്ട്, ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് യൂസ് വെച്ചിട്ടുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇലക്ട്രിക്കൽ എനർജി ബൾബിന്റെ കേസിൽ ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, പ്രകാശവും ഉണ്ട്, താപവും ഉണ്ട്. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ ടു ഗെറ്റ് ഹീറ്റ്, നമുക്ക് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആണ് ഹീറ്റ് ലഭിക്കുക എന്നുള്ളത്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ഇൻഡക്ഷൻ കുക്കറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് അത് ലഭിക്കുന്നത്. ഇനി സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയും സൗണ്ട് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ചെറിയ സൗണ്ട് നമുക്ക് ബാറ്ററി സ്റ്റോർ ചെയ്യുമ്പോൾ കേൾക്കാൻ വേണ്ടി. ഇലക്ട്രിക്കൽ എനർജി അതുപോലെ തന്നെ ഹീറ്റപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി ചേഞ്ച് ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. സ്റ്റോറേജ് ബാറ്ററി സ്റ്റോർ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചിലത്. അപ്പൊ അവിടെ ഏത് വരും? ബാറ്ററി നമ്മൾ മൊബൈൽ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ചൂടാകുകയില്ല. അപ്പൊ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് മിക്സിയുടെ മെയിൻ പർപ്പസ് ഗ്രൈൻഡ് ആൻഡ് പൗഡർ. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുമ്പോൾ ഒരു പാർട്ട് സൗണ്ട് എനർജി ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കൽ സ്റ്റൗ ടു ഗെറ്റ് ഹീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇലക്ട്രിക് സ്റ്റൗ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിളങ്ങിയിരിക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് എനർജിയും ലഭിക്കുന്നുണ്ട്. ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. ഇലക്ട്രിക് ഫാൻ ടു ഗെറ്റ് വിൻഡ്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇനി ഇലക്ട്രിക് ഓവൻ ടു ഗെറ്റ് ഹീറ്റ്. ഇവിടെ ലൈറ്റ് എനർജി ആണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. മൈക്രോവേവ്സ്
ഇൻവിസിബിൾ ആയിട്ടുള്ള റേസ് ആണ്, അത് ഹീറ്റ് ഉള്ള റേസ് ആണ്. IR റേസ് ആണ് ഹീറ്റ് ഉള്ള റേസ്. മൈക്രോവേവ്സ് ഹീറ്റ് ഉള്ളവയല്ല, അവ ഹൈ എനർജി റേസ് ആയതിനാൽ അവ ജലകണികളെ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അവയ്ക്ക് എനർജി കിട്ടിക്കഴിയുമ്പോൾ അവ ഓസിലേറ്റ് ചെയ്യുന്നത് മൂലമാണ് അത് ഹീറ്റപ്പ് ആകുന്നത്. It is clear from the table that electrical energy can be transferred into different forms of energy. നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രിക്കൽ എനർജി പലതരത്തിലുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാൻ സാധിക്കും എന്ന്. The useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. അതായത് നമുക്ക് ഉപകാരപ്രദമാകുന്ന എനർജിയുടെ ഫോമിലേക്ക് ഒരു ഡിവൈസ് എനർജീനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഏത് എഫക്റ്റ് എന്ന് പറയുന്നത്? എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. Effect of electric current. The useful form of energy into which a device convert electrical energy. ഇലക്ട്രിക്കൽ എനർജിനെ ഉപകാരപ്രദമായ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം എന്ന് പറയുന്നത്. We are familiar with so many electrical devices in our daily life. Write down your science diary the effect of electric current on each of them. അതായത് നമുക്ക് പലതരത്തിലുള്ള ഡിവൈസസ് നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഡെയിലി ലൈഫിൽ. അവയുടെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എനർജിയാണ് കൺവേർഷൻ നടക്കുന്നത് എന്ന് സയൻസ് ഡയറിയിൽ എഴുതുക. You might have studied in your chemistry class the chemical effect of current. കെമിസ്ട്രി ക്ലാസ്സിൽ കെമിക്കൽ എഫക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമൂലമുള്ള ഉപയോഗങ്ങളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. Now we shall learn more about the heating and lighting effect of electricity. ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് വൈദ്യുതി പ്രവാഹത്തിന്റെ ഹീറ്റിംഗ് എഫക്റ്റും താപഫലവും ലൈറ്റിംഗ് എഫക്റ്റ് പ്രകാശഫലത്തെ കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് എനർജിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിരുന്നു. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി, അത് ഏതൊക്കെ തരത്തിലുള്ള എനർജിയാണ്, അതും കൂടി ഒന്ന് സമപ്പ് ചെയ്താലേ ഈ ക്ലാസ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. കഴിഞ്ഞ വർഷം എന്തൊക്കെയായിരുന്നു എനർജി എന്ന് പഠിച്ചത്? എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. വർക്ക് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിക്കാണ് എനർജി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ ആണ് എനർജിയുടെ യൂണിറ്റ്. നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് കപ്പാസിറ്റി ടു ഡു വർക്ക്. The unit of energy is joule. Different forms of energy are mechanical energy, heat energy, electrical energy, light energy, സൗണ്ട് എനർജി. ഇനി മെക്കാനിക്കൽ എനർജി തന്നെ രണ്ട് തരത്തിലുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് മീൻസ് മോഷൻ. കൈനറ്റിക് മീൻസ് മോഷൻ. കൈനറ്റിക് മീൻസ് മോഷൻ. സോറി, കൈനറ്റിക് മീൻസ് മോഷൻ. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ മോഷൻ മൂലമുണ്ടാകുന്ന എനർജിയാണ് ഏത്? കൈനറ്റിക് എനർജി. ഒരു പദാർത്ഥത്തിന്റെ മോഷൻ മൂലം, ചലനം മൂലം ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് മീൻസ് മോഷൻ. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ദ സ്റ്റേറ്റ് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി.
ബാക്കി നമ്മൾ കൺവേർഷനും കാര്യങ്ങളും ഒക്കെ ഇന്നിപ്പോൾ പഠിച്ചു. അപ്പം എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി തന്നെ 2 തരത്തിലുണ്ട്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. കൈനറ്റിക് മീൻസ് ഡ്യൂ ടു മോഷൻ, ഹാഫ് mv². പൊട്ടൻഷ്യൽ എനർജി mgh. ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എനർജിയുടെ യൂണിറ്റ് ജൂള്. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചത്, നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് കറണ്ടിന്റെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി, കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി. ദെൻ എനർജി കൺസർവേഷൻ ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി ഓർക്കുക. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം ഓഫ് എനർജി. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, ഈരാറ്റുപേട്ട. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. Have a nice day.